നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ലൈബ്രറിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നല്ല വാർത്തയിൽ ആദ്യം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കളിപ്പാട്ട ലൈബ്രറി. സംസ്ഥാനത്തെ ഇത്തരത്തിലെ ഒരു ലൈബ്രറി അസോസിയേഷൻ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് അഡൾട്ട്സ് ആണ് സ്ഥാപിച്ചത്. വണ്ടർ ബോക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ലൈബ്രറി തൃശൂർ ജില്ലയിലെ കരിയാട്ടുകരയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 2024 ഭിന്നശേഷിക്കാരുടെ അന്താരാഷ്ട്ര ദിനമായ ഡിസംബർ 3 ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ശേഷി വികസനത്തിനാവശ്യമായ താരതമ്യേന വില കൂടിയ ഇത്തരം കളിപ്പാട്ടങ്ങളുടെ അപര്യാപ്തത പല മാതാപിതാക്കളുടെയും ആശങ്കയായതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ അംഹ തീരുമാനിച്ചത്. കൂടാതെ സന്മനസ്സുള്ള ചിലർ കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകിയിട്ടുമുണ്ട്. കുട്ടികളുടെ കളികളിലൂടെയുള്ള ചികിത്സയ്ക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക കളിപ്പാട്ടങ്ങൾ ഗുണപ്രദമാണ്. അക്ഷരങ്ങൾ, നമ്പറുകൾ, നിറങ്ങൾ എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതും പരിശീലിപ്പിക്കുന്നതുമായ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുൾപ്പെടെയുള്ള കളിപ്പാട്ടങ്ങളും ഇതിലുൾപ്പെടുന്നു. ഇത്തരമൊരു സംരംഭത്തിന്റെ ആവശ്യം മനസ്സിലാക്കി വണ്ടർ ബോക്സ് എന്ന ആശയം മുന്നോട്ടുവെച്ച രക്ഷിതാവും വണ്ടർ ബോക്സിന്റെ ലൈബ്രറിയൻ ഇൻചാർജുമായ ശ്രീ PC വാസുദേവൻ. അംഹയിലെ 70-ൽ പരം ഓട്ടിസബാധിതരായ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ടോയ് ലൈബ്രറി ആണ് വണ്ടർ ബോക്സ്. എൻ്റെ മകൻ്റെ പഴയ ടോയ്സ് അംഹയിലെ മറ്റു കുട്ടികൾക്ക് കൊടുക്കുവാൻ ഒരു കോഓപ്പറേറ്റീവ് ലൈബ്രറിയുടെ ആശയം ഞാൻ പങ്കുവച്ചപ്പോൾ ഭാനുമതി ടീച്ചറും ജേക്കബ് സാറും ആണ് ഇത് കുറച്ചും കൂടി വിപുലമായി തുടങ്ങാനുള്ള പ്രചോദനം നൽകിയത്. അതിനായി രക്ഷിതാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ടോയ്സ് ഡൊണേഷനായി സ്വീകരിച്ചു. ഇവയിൽ ഉപയോഗ്യമായവ തരംതിരിക്കാനും കാറ്റലോഗ് ചെയ്യുവാനും അംഹയിലെ സ്റ്റാഫിനും ഞാൻ ഉൾപ്പെടെയുള്ള PTA അംഗങ്ങൾക്കും 2 മാസം എടുത്തു. സ്ഥലപരിമിതികൾ മറികടക്കാൻ ഓൺലൈനും ഓഫ്ലൈനും കലർന്ന ഒരു ഹൈബ്രിഡ് മോഡൽ ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വണ്ടർ ബോക്സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ടോയ് റിസർവ് ചെയ്യുക, എന്നിട്ട് അത് അംഹയിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന പ്രവർത്തന രീതി. പ്രവർത്തനം ആരംഭിച്ച് ആദ്യത്തെ 3 മാസത്തിൽ രക്ഷിതാക്കളിൽ നിന്ന് വളരെ പോസിറ്റീവായ പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേക ടോയ്സും പുസ്തകങ്ങളും ആവശ്യമാണ്. വണ്ടർ ബോക്സിൽ 300-ൽ പരം വ്യത്യസ്ത ടോയ്സും ബുക്സും ഉണ്ട്. അനുയോജ്യമായ ടോയ്സ് തന്നെയാണ് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ തെറാപ്പിസ്റ്റ് ഓരോ കുട്ടിക്കും ടോയ്സ് നിർദ്ദേശിക്കുന്ന ഒരു റെക്കമെൻഡേഷൻ ഫീച്ചർ ആണ് അടുത്ത ലക്ഷ്യം. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ വെബ്സൈറ്റിൽ ദ്രുതഗതിയിൽ നടക്കുന്നു. വണ്ടർ ബോക്സിൻ്റെ ടാഗ് ലൈൻ ടോയ്സ് ദാറ്റ് ക്രിയേറ്റ് വണ്ടേഴ്സ് എന്നാണ്. ടോയ്സിന് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അത്ഭുതങ്ങൾ എൻ്റെ മകനിലൂടെ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് വണ്ടർ ബോക്സിൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഒരു കളിപ്പാട്ടം 2 ആഴ്ച വരെ ഒരു കുട്ടിക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാൻ സാധിക്കും. കുട്ടികളുടെ ഭാവന, ചിന്താശേഷി, സംസാരശേഷി എന്നിവ വികസിപ്പിക്കാൻ ആവശ്യമായ കളിപ്പാട്ടങ്ങൾ ഇതിലുൾപ്പെടുന്നു. ഇതിനു പുറമെ അംഹയുടെ നേതൃത്വത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായുള്ള ഒരു സെൻസറി പാർക്കും സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ 300-ലധികം കളിപ്പാട്ടങ്ങൾ വണ്ടർ ബോക്സിലുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി പ്രവേശിച്ച ഇന്ത്യക്കാരനാരെന്ന ചോദ്യത്തിന് വൈകാതെ നമുക്ക് ഉത്തരം പറയാം. ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാകുകയാണ് ഒരു വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു. ജൂൺ 8 അദ്ദേഹം ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരു ഇന്ത്യക്കാരന്റെ ബഹിരാകാശ യാത്ര. സ്വകാര്യ ദൌത്യമായ ആക്സിയോ 4ന്റെ ഭാഗമായാണ് ശുഭാംശു ബഹിരാകാശത്തെത്തുന്നത്. ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന 4 പേരിൽ ഒരാളാണ് ഇന്ത്യയുടെ ശുഭാംശു. ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദൌത്യത്തിൽ നാസയും ISROയും പങ്കാളികളാണ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രാഗൺ പേടകത്തിലാണ് യാത്ര. ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യത്തിന്റെ കമാൻഡറാണ് അദ്ദേഹം. ദൌത്യസംഘം 14 ദിവസം പരീക്ഷണ നിരീക്ഷണങ്ങളുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരും. നേരത്തെ മെയ് 29 ദൌത്യം വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് ജൂൺ 8 മാറ്റുകയായിരുന്നു.
ബഹിരാകാശ യാത്രയിലെ ശുഭാംശുവിന്റെ ഈ അനുഭവ പരിചയം മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൌത്യമായ ഗഗൻയാനിൽ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയും. എന്തായാലും ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യത്തിലെ ഒരു നാഴികക്കല്ലാകും ശുഭാംശുവിന്റെ ബഹിരാകാശ യാത്ര. പ്രതിബന്ധങ്ങളും വേദനകളും അതിജീവിച്ചവരുടെ വിജയങ്ങൾക്ക് മാറ്റുകൂടും. അത്തരമൊരു വിജയകഥയാണ് നല്ല വാർത്തയിൽ ഇനി. ലൈംഗികാതിക്രമ അതിജീവിതയായ ഒരു പെൺകുട്ടിയുടെ വിജയത്തിന്റെ കഥ. ലൈംഗികാതിക്രമ അതിജീവിതയായ ഒരു പെൺകുട്ടി തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇന്ത്യൻ ഫോറൻസിക് സയൻസ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടി. ഈ നേട്ടത്തെ ഹൈക്കോടതി അഭിനന്ദിച്ചതും ശ്രദ്ധേയമായി. ഹൈക്കോടതിയുടെ വിക്ടിം റൈറ്റ്സ് സെന്റർ പ്രോജക്ട് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പാർവതി എ മേനോൻ. പ്രത്യേകിച്ച് ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ പോക്സോ വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാനസിക പിന്തുണയാണ് പലപ്പോഴും സഹായം വേണ്ടി വരിക. അതിൽ പല കുട്ടികളും മനസ്സുകൊണ്ട് തളർന്നിട്ടുണ്ടാവും. കാരണം ജീവിതത്തിൽ ആ ഒരു ഇളം പ്രായത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ച് അവനവനെ സംരക്ഷിക്കേണ്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് വെച്ചാൽ അത് കൂടുതൽ ആഘാതം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളാവുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമാണ്, അതുപോലെ ദുരിതപൂർണ്ണമാണ്. കുട്ടികളെ ആ ഒരു നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും നമ്മൾ. കാരണം കുട്ടികളെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു ലൈഫ് ലോങ് സ്കാറാണ്. എന്നാലും നമുക്കത് എത്രയോ കുട്ടികൾ ആ ഒരു വെല്ലുവിളികൾ ഫേസ് ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ റെഡി ആയിട്ടുള്ളവരുണ്ടാവും. ഒരു കൈത്താങ്ങ് കൊടുക്കുന്നതോടുകൂടെ കുട്ടികൾ തിരിച്ച് ജീവിതം വെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് മുതിരുന്ന എത്രയോ കുട്ടികളും ഉണ്ട്. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ വിക്ടിം റൈറ്റ്സ് സെന്ററിന്റെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയാവുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലൈംഗികാതിക്രമത്തിനിരയായ പെൺകുട്ടി വനിതാ ശിശുവികസന വകുപ്പ് നിർഭയ സെല്ലിന് കീഴിലെ ലൈംഗികാതിക്രമ അതിജീവിതരായ പെൺകുട്ടികൾക്കുള്ള ഹോമിലാണ് കഴിയുന്നത്. പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതി പെൺകുട്ടിയെ അഭിനന്ദിച്ചത്. ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ സമൂഹം മുഴുവൻ നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് ഉത്തരവിലെഴുതി. വേദന നിറഞ്ഞ ഇന്നലകളെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട ഈ പെൺകുട്ടി സമൂഹത്തിനാകെ പ്രചോദനമാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മലയാളികൾക്ക് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. ഇനി റോഡുകൾ നന്നാക്കിയാലോ? അടുത്ത ദിവസം തന്നെ അറ്റകുറ്റപ്പണികൾക്കായി ഈ റോഡുകൾ കുഴിക്കുന്ന കാഴ്ച. ഇതിനൊരു പരിഹാരവും ആശ്വാസവുമാണ് സ്മാർട്ട് റോഡുകൾ. അങ്ങനെ തിരുവനന്തപുരം നഗരവും സ്മാർട്ടാവുകയാണ്. തലസ്ഥാനത്തെ 12 സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. തിരുവനന്തപുരത്തെ 12 റോഡുകൾക്ക് പുറമെ 14 ജില്ലകളിലായുള്ള 60 പുതിയ റോഡുകളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. നൂതന സ്ട്രീറ്റ് ലൈറ്റുകൾ, ടൈൽ പാകിയ ഫുട്പാത്തുകൾ, നവീകരിച്ച മഴവെള്ള ഡ്രൈനേജുകൾ, അണ്ടർഗ്രൌണ്ട് ഓടകൾ, ഇലക്ട്രിക് കേബിളുകൾക്കായുള്ള സംവിധാനം, കുടിവെള്ളത്തിനായും മലിനജലത്തിനായും പ്രത്യേക ചേംബറുകൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഹരിതയാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി സൈക്കിൾ ട്രാക്കുകളും റോഡിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി റോഡ് പണിക്ക് പുറകെ വിവിധ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് കുഴിക്കുന്ന സംവിധാനങ്ങൾക്ക് അറുതിയായി. പ്രത്യേക മെയിന്റനൻസ് ചേംബറുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് റോഡുകൾ കേടാവുന്നത് തടയാൻ ഉപകരിക്കും. എന്തായാലും ഇതൊരു പ്രതീക്ഷയാണ്. ചാടിച്ചാടി പോകുന്ന റോഡുകളുടെ കാലം അവസാനിക്കാറായി എന്ന പ്രതീക്ഷ. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.